അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനം കേട്ടോ ഈ ഒരു സംഭവത്തിന്. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ നമ്മളിവിടേക്കൊക്കെ ഇരുന്ത് എന്ന് പറയും, ചില സ്ഥലങ്ങളിലേക്കൊക്കെ കക്ക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിതിനെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇതൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മുടെ സവോളയെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റി ആട്ടോ. നമ്മളിവിടെ അടുത്ത് തന്നെ പുഴയായതുകൊണ്ട് നമുക്ക് എപ്പോഴും പോയിട്ട് വാരിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. അതുപോലെ തന്നെ ഇത് ഉപ്പ് ഈ ഒരു സമയത്ത് വേനലിലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ മഴയായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വാറ്റി കുറച്ചുകൂടെ കറിവേപ്പിലൊക്കെ ഇട്ടു. അപ്പോൾ നമ്മളൊരു ഹാഫ് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കല്ലുപ്പൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഈ ഒരു മസാല നന്നായിട്ട് വരണ്ട് നല്ലൊരു മൂത്ത് വരണം, അപ്പോഴാണ് ഇത് നല്ല സെറ്റാവുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ കക്ക ഇറച്ചി അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിൽ പറയുന്ന ഇരുന്തിനെ നമ്മൾ അതിലോട്ട് ഇടുകയാണ്. ഇതിനതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഓൾറെഡി നമ്മളതിനെ വേവിച്ചിട്ടാണ് അതിൻ്റെ തൊലി കളയണത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മണ്ണ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ആ മണ്ണിക്കടിയൊക്കെ പോകണമെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം പിന്നെ ലാസ്റ്റ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്ന സാധനം നമ്മുടെ ചിക്കൻ മസാലയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി എടുക്കണം. ഞാൻ കുറച്ച് കുരുമുളക് കൂടെ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വഴറ്റി എടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് മക്കളെ, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ നല്ല റേഷനരി ചോറും നല്ല ഫ്രൈയും ഒക്കെ കണ്ടോ, ഇന്നത്തെ ഐറ്റമാണിത് നമ്മുടെ. അപ്പോൾ ഇതിലൊന്നും വേണമെന്നില്ല, നമ്മുടെ കക്ക ഇറച്ചി മാത്രം മതി. മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.